அஜித்தோட ஸ்வாக் எப்படி இருக்கு? அஜித் எப்பயுமே ஸ்வாக் அமேசிங்கா இருக்கு. எல்லாருமே சூப்பரா நடிச்சிருக்காங்க. நல்லா இருக்கு. எல்லாரும் கண்டிப்பா போய் பார்க்கலாம். விஷாவும் சூப்பரா நடிச்சிருக்காங்க. எப்படி இருக்கு அந்த அஜித்தோட ஸ்வாக் எப்படி இருக்கு? செமையா இருக்கு. அர்ஜுன் ஆரவ் எல்லாரோட ஸ்வாக்மே இருந்துச்சுன்னா ஆக்சுவலா எல்லாருமே நல்லா இருக்கு. ஃபுல் ஆக்டிங் காசி வரும் அது சூப்பரா எடுத்திருந்தாங்க. எல்லாருமே நல்லா டைரக்ட் பண்ணிருந்தாங்க. படம் அப்படி எப்படி இருக்கு? கண்டிப்பா போய் எப்படி இருக்கு அந்த அஜித்தோட ஸ்வாக் எப்படி இருக்கு? ரொம்பவே நல்லா இருந்துச்சு. படம் எப்படி இருக்கு? நல்லா இருக்கு படம். நல்லா எப்படி இருக்கு? ഒരു പ്രതീക്ഷയൊന്നും ഇല്ലാതെ അജിത്തിന്റെ പടം എന്നുള്ള രീതിയിലാണ് കാണാൻ വന്നത്. പക്ഷെ ജസ്റ്റ് നോർമൽ മൂവിയാണ്. ഒരു ഫാമിലി ബേസ്ഡ് ആണ്. ആക്ഷൻ മൂവിനെ തന്നെ ഒരു ഫാമിലി ബേസ്ഡ് ആണ് തീം ഉള്ളത്. പക്ഷെ ജസ്റ്റ് നോർമൽ ഐ മീൻ ഭയങ്കര വലിച്ചിട്ടുണ്ട് പോലെ നല്ല മൂവിയാണ്. ഒരു ചെറിയ ലാഗ് പോലെ ഗുഡ് മൂവി. ഒരു എന്താ പറയുക, ഒരു ഷോർട്ട് ഫിലിമിന് പറ്റിയൊരു സ്റ്റോറി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ എന്നാലും നല്ലൊരു ഒരു അജിത്തിന്റെ കംബാക്ക് എന്ന് പറയാൻ പറ്റിയൊരു ഇതല്ല. പക്ഷെ എന്നാലും കൊള്ളാം. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു മ്യൂസിക്, ഫൈറ്റ്സും കൊള്ളാം. നല്ലൊരു പടം ഒരു റിയലിസ്റ്റിക് മൂവിയാണ്. നമ്മളിപ്പോൾ ഒരുപാട് മാസം മുതൽ എക്സ്പെക്ട് ചെയ്തിട്ട് വരുമ്പോൾ കമേഴ്ഷ്യലായിട്ട് എലിമെന്റ് അല്ല പടത്തിൽ. പിന്നെ ക്ലാസ്സിന് കുറച്ച് ക്ലൈമാക്സ് സീൻ അടിപൊളിയായിരുന്നു. ക്ലാസ് 25 മിനിറ്റ്സ് ഒരു ഫാൻസിന് കുറെ സീനുണ്ട്. എന്താ വെച്ചാൽ കുറച്ച് ഇടയിൽ കുറച്ച് നമുക്ക് ഒരു ട്വിസ്റ്റ് അതൊന്നും ഉണ്ടാവില്ല. റൊമാൻസ് എല്ലാം കുറച്ച് വീക്ക് ആയിരുന്നു. ഒരു മകൻ തിരുമേനി പടം ഒരു അജിത് ഫാൻ ബോയ്ക്ക് എല്ലാ എലമെന്റ്സും കൊണ്ട് വെച്ചാൽ അങ്ങനെ അജിത്തൊരു മാസല്ലാതെ റിയൽ ആയിട്ടൊരു നല്ലൊരു മൂവിയാണ്. അപ്പോൾ കണ്ടിരിക്കാം. കൊള്ളാം. അത്യാവശ്യം നല്ല മൂവി. വിടാമുയർച്ചയാണോ വാടാമയർച്ചയാണോ തോന്നി വേറെ വിചാരിക്കില്ല. തമിഴിലെ ദേശീയ പേരുമായി കമ്പാരിറ്റീവ്ലി ചോദിക്കുന്നത് പടത്തിൽ ഒന്നുമില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു സാധ്യതയും പടത്തിനകത്ത് വന്നില്ല. ഭയങ്കര ലാഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ലാഗിലങ്ങ് ഞങ്ങളെ പിടിച്ച് കിടത്തിലായിരുന്നു. പക്ഷെ മേക്കിംഗ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വിഷ്വലി ഇത് മാത്രമല്ലല്ലോ ഒരു പടം. നമ്മൾ ഒരാളെ ബേസ് ചെയ്തിട്ടാണല്ലോ വരുന്നത്. അജിത്ത് എന്ന ഒരു നായകനെ ബേസ് ചെയ്ത് വരുമ്പോൾ അതിന് 1% പോലും അതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല. സാധാരണ കാണുന്ന അത്ര തന്നെ ഒരിക്കലും ഇല്ല. ഞാൻ അതിലെ പറഞ്ഞില്ല, ഒരു 10% പോലും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു അസർബൈജാനിലെ ഒരു രാജ്യത്തിനെ നമുക്ക് ഇതിനകത്ത് ചിത്രീകരിച്ചാണ് ആ വിഷ്വലൈസിങ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്